ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇതൊരു പക്ക പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ലെങ്കിലും, അതായത് നമ്മളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പാറ്റേൺ ഏത് രീതിയിൽ മാറിയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിൽ മാറിയാലും അല്ലേ, നമുക്ക് കണ്ണും പൂട്ടി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു 30 അല്ലെങ്കിൽ ഒരു 35 മാർക്കിൻ്റെ മേലെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചാപ്റ്ററിലും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മക്കളെ, നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ എന്തായാലും ബ്രേക്കിൻ്റെയും കണ്ടിന്യൂവിൻ്റെയും ഡിഫറൻസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെയും LCF ലാഡറിൻ്റെയും ഡിഫറൻസ്, ഇതിൻ്റെ ഡിഫറൻസ് തന്നെ ഡയറക്റ്റ് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്വിച്ച് തന്നിട്ട് LCF ലാഡർ എഴുതാനായിരിക്കും പറയാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് LCF ലാഡർ തന്നിട്ട് സ്വിച്ച് എഴുതാനോ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂപ്പിൻ്റെ 4 എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് ലൂപ്പായാലും ആ ലൂപ്പിന് 4 എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ 4 കമ്പോണൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നുകിൽ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു ലൂപ്പ് തന്നിട്ട് ആ ലൂപ്പിൽ ഓരോ എലമെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ലൂപ്പിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, എൻട്രി കൺട്രോൾഡ് അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾഡ് അല്ലേ. ഇതിൻ്റെ ഡിഫറൻസും എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓക്കെ, ഞാൻ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ എവിടെ നിന്ന് കിട്ടുന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈവ് മാരത്തോൺ ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അല്ലാത്ത എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് രാത്രി ലൈവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലൈവ് കറക്റ്റായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫൈ മീ ഒക്കെ എന്ത് ചെയ്യുക, ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ, രണ്ടാമത്തെ ചാപ്റ്റർ അറേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അറേൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അറേ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക, ഒരു അറേനെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്. അതേപോലെ തന്നെ ഗെറ്റസ് അല്ലെ, ഈ 2 കൺസെപ്റ്റ്സിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ മെമ്മറി അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നൾ ക്യാരക്ടർ വരുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, /0 വരുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഇതിൽ നിന്ന് ഈ 4 എണ്ണത്തിൽ 2 എണ്ണമെങ്കിലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് വലിയ ചാപ്റ്ററാണ്, ഒരു 8 മാർക്കൊക്കെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും സെലക്റ്റീവായിട്ട് 2 കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഇതിൽ 2ൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എക്സാമിന് എന്തായാലും ഉണ്ടാവും മക്കളെ. അതായത് ഫസ്റ്റത്തെ ചോദ്യം മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തത് കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസിൻ്റെയും ഡിഫറൻസ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ +1 +1 +2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, +2 ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കോൾ ബൈ വാല്യൂവിൻ്റെയും കോൾ ബൈ റെഫറൻസിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിക്കണം. ഒരു 3 പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു ചാപ്റ്റർ അല്ലേ, നാലാമത്തെ ചാപ്റ്ററിലും എഗെയിൻ കുറേ ഡിഫറൻസുകൾ വരുന്നുണ്ട്. സ്റ്റാറ്റിക് വെബ് പേജിൻ്റെയും ഡൈനാമിക് വെബ് പേജിൻ്റെയും ഡിഫറൻസ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ള കറക്റ്റായിട്ട് പഠിക്കുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ PHP ASP JSP ആണ്. അല്ല, ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ കുറേ ലാംഗ്വേജസ് വന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ് ഏതൊക്കെയാണ് സെർവർ സൈഡ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ചാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ
സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. മക്കളെ നമ്മൾ HTML ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം HTML, പിന്നെ ഹെഡ്, പിന്നെ ബോഡി. ആ ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കണ്ടെയ്നർ ടാഗിന്റെയും എംപ്റ്റി ടാഗിന്റെയും ഡിഫറൻസ്. കുറെ ടാഗ് തന്നിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിലേതാണ് കണ്ടെയ്നർ ടാഗ്, ഇതിലേതാണ് എംപ്റ്റി ടാഗ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ആട്രിബ്യൂട്ട്സ് പഠിക്കുന്നുണ്ട്, ഒരുപാട് ടാഗുകൾക്ക് നമ്മൾ ആട്രിബ്യൂട്ട്സ് പഠിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്. കറക്റ്റായിട്ട് പഠിക്കാൻ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളെ എക്സാം പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ആൻഡ് ഇതൊക്കെ എവിടുന്ന് പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, രാത്രിയത്തെ ലൈവിൽ വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ 5ാമത്തെ ചാപ്റ്റർ HTML-ഉമായിട്ട് ബന്ധപ്പെട്ട 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ആക്ച്വലി 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോഡ് എഴുതാൻ ചോദിക്കും. അതെന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് മാജിക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അതായത് 3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്നുകിൽ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള കോഡ്, അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാക്കാനുള്ള കോഡ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫോം ഉണ്ടാക്കുന്ന HTML കോഡ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു കോഡ് നിങ്ങളോട് ചോദിച്ചിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടാഗ്സ് യൂസ്ഡ് ഇൻസൈഡ് ഫോം ടാഗ്. ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കുറേ ടാഗുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻപുട്ട് ടാഗ്, ടെക്സ്റ്റ് ഏരിയ ടാഗ്, ഇതിനെ പറ്റിയിട്ടൊക്കെ എക്സാമിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, എന്താ ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകളെ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ ചാപ്റ്ററിന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അതായത് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചത് ഡാറ്റ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. കുറേ ഡാറ്റ തരും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് ഡാറ്റ ടൈപ്പാണ്. ഇത് ആക്ച്വലി ജാവാ സ്ക്രിപ്റ്റിൽ 3 ഡാറ്റ ടൈപ്സേ ഉള്ളൂ, നമ്പറും സ്ട്രിങ്ങും ബൂളിയനും. ഇത് നമ്പറാണോ സ്ട്രിങ് ആണോ ബൂളിയൻ ആണോ, ആ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതേപോലെ തന്നെ വാരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്, അതേതാണ് വാർ കീവേഡ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ വാരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. മക്കളെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ ഒരു 5ഓളം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്, അലേർട്ട്, ഈ സ്നാൻ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരം റിപ്പീറ്റ് അടിച്ച ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 7ാമത്തെ ചാപ്റ്റർ അഗെയിൻ ചെറിയൊരു ചാപ്റ്ററാണ്. ഇവിടെ ഹോസ്റ്റിങ്ങിൻ്റെ 3 ടൈപ്സ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ VPS ഹോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിനുശേഷം ഫ്രീ ഹോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ അവസാനമായിട്ട് CMS, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. CMS കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇത് എന്തിനാണെന്നുള്ളത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 8ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ DBMS, അഡ്വാൻറ്റേജ് ഓഫ് DBMS, ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അതുകൊണ്ട് ഇത് വിട്ട് കളയേണ്ട, വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. അതുപോലെ തന്നെ 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതായത് ലോജിക്കൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ, ഫിസിക്കൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ, ലോജിക്കൽ ലെവൽ, ഇങ്ങനെ 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷനെ പറ്റി ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ റിലേഷണൽ ഓൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസ്, ഇത്രയൊക്കെ നമുക്കൊരു ജനറൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. റിലേഷണൽ ഓൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസിൽ സെലക്ട് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട് അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ അഗെയിൻ 9ാമത്തെ ചാപ്റ്ററിന് ഒരു 8 മാർക്കിൻ്റെ അടുത്ത് വെയിറ്റേജ് വരാറുണ്ട് സാധാരണ. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് കമ്പോണൻസ് ഓഫ് SQL ആണ്. SQLൻ്റെ കമ്പോണൻസ് പറഞ്ഞാൽ DDL, DML, DCL ഇതാണ് വരുന്നത്. അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ SQLൻ്റെ ഡാറ്റ ടൈപ്സ്, SQL ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്സിൽ കാറും വാർക്കാറും ഉണ്ട്. ഇതിൽ സ്പെസിഫിക്കലി ഡാറ്റ ടൈപ്സിൽ നിന്ന് വാർക്കാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോളം കൺസ്ട്രെയിൻസ് അല്ലേ, കൺസ്ട്രെയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് നള്ള്, പ്രൈമറി കീ, അതുപോലെ തന്നെ യുണീക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതും എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ചാപ്റ്റർ ഒരു തിയറി ഓറിയൻറ്റഡ് ചാപ്റ്റർ ആണ്. ERPയുടെ പാക്കേജുകളെ പറ്റി ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ERPൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെ ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നുണ്ട്, ഇത് 3ആണ്. കാരണം ഇതൊരു അത്ര ഭയങ്കര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമല്ല. മെയിനായിട്ട് ഇത് 3ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതൊരു മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഇനി അപ്പോൾ അവസാനത്തെ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ ടൈം
ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ആ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യെസ് നമുക്കൊരു ഒരു 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 കോൺഫിഡൻസ് വരും. ഫൈനൽ എക്സാമിന് നമുക്ക് ഇത് പഠിച്ചാൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിനെ പറഞ്ഞാൽ 11ാമത്തെ ചാപ്റ്ററിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സർവീസസ് SMS, MMS, GPS എന്നെല്ലാം പറഞ്ഞിട്ട് സർവീസസ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഇതിൽ സ്പെസിഫിക്കലി പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസും ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ്റും, ഇതിൽ ഇൻഡിവിജ്വൽസിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെൻറ്റ് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് ഒരു 5 കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് നമ്മൾ പഠിക്കണം. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് രാത്രിയത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലൈവിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ കൂട്ടി വരിക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. മാക്സിമം നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, രാത്രിയത്തെ ലൈവിൽ കാണാം. താങ്ക് യു സോ മച്ച്.